രൂപപ്പെടുത്തുവാനുള്ള ശ്രമത്തിനാണ് ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിവിധ വിഷയങ്ങളിൽ വിദ്യാഭ്യാസം നിർവഹിക്കുന്ന പ്രഗത്ഭരായ വിദ്യാർത്ഥികളോട് സംവദിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വേദിയിലേക്കെത്തും. വേദിയിൽ സന്നിഹിതരാകുന്ന വിശിഷ്ട അതിഥികൾ ഈ വേദിയിലേക്ക് എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ സ്റ്റേജിൻ്റെ ഇടതുവശം ജനപ്രതിനിധികൾക്ക് ഉള്ളതാണ്. ഉദ്ഘാടന യോഗം കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആശയവിനിമയ സമയത്ത് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഈ വേദി വിദ്യാർത്ഥികളുടെ തുറന്ന ആകാശത്തിനു വേണ്ടി വിട്ടുകൊടുക്കണം എന്നും അപേക്ഷിക്കുന്നു. ഇത് വേണു സാറിൻ്റെ ആണോ? അല്ല, അതൊക്കെ കണ്ടാൽ തിരിച്ചു വന്നെടുത്തോളൂല്ലോ, താഴെ വെച്ചാലേ. ഈ വേദിയിലേക്ക് എത്തിച്ചേർന്ന വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾക്ക് ഈ പരസ്പര സംഭാഷണം നടക്കുന്ന സമയത്ത് വിശ്രമിക്കാനായി മലബാർ ക്രിസ്ത്യൻ കോളേജിൻ്റെ ഓഡിറ്റോറിയം സജ്ജീകരിച്ചിട്ടുണ്ട്. രക്ഷകർത്താക്കൾക്ക് ആ ഇടം അവരുടെ സൗകര്യാർത്ഥം ഉപയോഗിക്കാവുന്നതാണ്. പ്രൊഫസർ രാജൻ ഗുരുക്കൾ, പ്രൊഫസർ എം കെ ജയരാജ്, പ്രൊഫസർ സജി ഗോപിനാഥ്, പ്രൊഫസർ എം വി നാരായണൻ, പ്രൊഫസർ സി ടി അരവിന്ദകുമാർ, പ്രൊഫസർ പി ജി ശങ്കരൻ, ഡോക്ടർ പി എം മുബാറക് പാഷ, പ്രൊഫസർ ജിജു പി അലക്സ്, ഡോക്ടർ ജെ പ്രസാദ്, ഡോക്ടർ മീര വേലായുധൻ, പ്രൊഫസർ കെ ഫാത്തിമത്ത് സുഹ്ര എന്നിവർ ഈ ദിവസം വൈജ്ഞാനിക മേഖലയിലെ അവരുടെ കാഴ്ചപ്പാടുകൾ നിങ്ങളുമായും മുഖ്യമന്ത്രിയുമായും ഒപ്പം പങ്കുവയ്ക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരും. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ തയ്യാറാവുക, സജ്ജരാവുക. ഭരണനിർവഹണത്തിൽ പുതുചരിത്രമെഴുതിയ നവകേരള സദസ്സിന് പിന്നാലെ വ്യത്യസ്ത മേഖലകളെ പ്രതിനിധാനം ചെയ്യുന്നവരുമായി 8 ജില്ലകളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ടെത്തുന്ന ആശയ സംവാദം മുഖാമുഖം. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, മഹിളകൾ, ഭിന്നശേഷിക്കാർ, ആദിവാസികൾ, ദളിത് വിഭാഗങ്ങൾ, സാംസ്കാരിക പ്രവർത്തകർ, പെൻഷൻകാർ, വയോജനങ്ങൾ, വിവിധ തൊഴിൽ മേഖലയിലുള്ളവർ, കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവർ മുഖാമുഖത്തിൽ പങ്കുചേരുന്നു.
മുഖ്യമന്ത്രിക്കൊപ്പം ബന്ധപ്പെട്ട വകുപ്പുകളുടെ മന്ത്രിമാരും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയും ജനപ്രതിനിധികളും പങ്കെടുക്കുന്നു. ജനസദസ്സുകളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ഫെബ്രുവരി 18 ജനാധിപത്യപരമായ ആദ്യ സംവാദം കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ. ഫെബ്രുവരി 20 യുവജനങ്ങളുമായി സംവാദം തിരുവനന്തപുരം ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ. 22 വനിതകളുമായി സംവാദം എറണാകുളം സിയാൽ കൺവെൻഷൻ സെന്ററിൽ. 24 കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ ആദിവാസി ദളിത് വിഭാഗങ്ങളുമായി സംവാദം. 25 സാംസ്കാരിക പ്രവർത്തകരുമായി സംവദിക്കുന്നു തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ. 26 ഭിന്നശേഷി വിഭാഗവുമായി സംവാദം തിരുവനന്തപുരം RDR കൺവെൻഷൻ സെന്റർ. നവകേരളത്തിന്റെ ആശയങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികളിൽ നിന്ന് സ്വാംശീകരിക്കാനും വരും കാലങ്ങളിൽ വിവിധ ലോകരാജ്യങ്ങൾക്ക് സമമായ മാതൃകകൾ സൃഷ്ടിക്കുവാനും പാകത്തിൽ ഭാവി കേരളത്തിനെ രൂപപ്പെടുത്തുവാനായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും നിങ്ങളുടെ ആശയങ്ങളിൽ നിന്ന് നാളെയുടെ കേരളത്തിനെ സൃഷ്ടിക്കുവാനും കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ പ്രഭാതത്തിലെ വൈജ്ഞാനിക ചിന്തകളിലേക്ക് കടന്നു വരുന്നു. കേരളം ഒന്നാകെയുള്ള വിവിധ സർവകലാശാലകളിൽ നിന്ന് വളരെ പ്രതിഭയോടെ തങ്ങളുടെ ബൗദ്ധിക ശേഷി, വൈജ്ഞാനിക ശേഷി എന്നിവ പ്രകടിപ്പിച്ച വിദ്യാർത്ഥി സമൂഹത്തിനോട് അവരുടെ ആശയങ്ങൾ സ്വാംശീകരിച്ച് വരും കാലത്തിന്റെ പടവുകൾ സൃഷ്ടിക്കുവാനായി കേരളത്തിന്റെ ഏറെ ആദരണീയനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ കലാലയ കേരളത്തിന്റെ നിറഞ്ഞ കരഘോഷങ്ങളോടെ അദ്ദേഹത്തിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വീകരിക്കാം. പ്രിയരെ, നാളെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു പകലിന് ഇതാ ആരംഭം കുറിക്കപ്പെടുകയാണ്. വരും കാലങ്ങളിൽ കേരളം എങ്ങനെയാണ് വൈജ്ഞാനികമായ ഈ ഇന്നുകളിലേക്ക് എത്തിച്ചേർന്നത് എന്ന് ഭാവി തലമുറ തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായും അതിൽ പ്രധാന ഇടങ്ങളിലൊന്ന് ഈ പ്രഭാതത്തിൻ്റെതായിരിക്കും. പ്രഭാതത്തിൽ തന്നെ ഈ ഉജ്ജ്വലമായ വൈജ്ഞാനിക സംഭാഷണ പരിപാടി ആരംഭിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് സ്വാഗതം ആശംസിക്കുവാനായി കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ശ്രീ വി വേണു IAS ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നൽകിയിട്ടുള്ള ചുമതല. അതിലേക്ക് വരുന്നതിന് മുൻപ് 2 വാക്ക് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനം ഭരണനിർവഹണത്തിൻ്റെ മാതൃകകളിൽ പുതിയ മാതൃകകൾ സൃഷ്ടിക്കുന്ന ഒരു വേളയാണ്. ന്യൂ മോഡൽസ് ഓഫ് ഗവർണൻസ്. നമ്മുടെ സംസ്ഥാനത്തിന് പല കാര്യത്തിലും ദേശീയ തലത്തിൽ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സ്റ്റേറ്റാണ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് നമ്മൾ ഗവേണൻസിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് സർക്കാരിൻ്റെ നിർവഹിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും എങ്ങനെയാണ് ഭരണത്തിലേക്ക് പുതിയ പുതിയ ആശയങ്ങൾ കടന്നു വരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും എല്ലാം ചില പുതിയ പാതകളിലൂടെ നമ്മുടെ സർക്കാർ നടന്നു പോകുന്ന ഒരു സമയമാണ്. നിങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും, മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. ഇതിനു മുൻപ് വളരെ നൂതനമായ
ചില കാൽവെപ്പുകളാണ് ഗവൺമെൻറ് എടുത്തിരുന്നത്. ആദ്യം പ്രാദേശികമായി വിഷയങ്ങൾ പരിശോധിക്കുന്ന തലത്തിലുള്ള പ്രാദേശിക സഭകളുണ്ടായിരുന്നു. കുറച്ച് ജില്ലകൾ ഒരുമിച്ച് കൊണ്ടുവന്ന് ആ ജില്ലകളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കുന്ന ഒരു പരിപാടി. അന്ന് മേഖല തിരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ യോഗങ്ങളിൽ പങ്കെടുക്കുകയും ഇതുപോലെയുള്ള വിഷയങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യുകയും ചെയ്തു. അത് ഉദ്യോഗസ്ഥന്മാർ മാത്രമുള്ള ഒരു പരിപാടിയായിരുന്നു. അതിനുശേഷം കേരളം കാണാത്ത, ഇന്ത്യ കാണാത്ത, ഒരുപക്ഷെ ലോകം കാണാത്ത ഒരു പുതിയ കാൽവെപ്പിലേക്കാണ് കടന്നത്. നിങ്ങൾ അതിനെക്കുറിച്ചും കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ നവകേരള സദസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ ഏറ്റവും ഉത്തര ഭാഗത്തുള്ള മണ്ഡലം മുതൽ ഏറ്റവും തെക്കു ഭാഗത്തുള്ള മണ്ഡലം വരെയുള്ള സകല മണ്ഡലങ്ങളിലെയും ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു ഏറെ ശ്രമകരമായ ഒരു കാര്യപരിപാടി നടത്തിക്കൊണ്ടുപോയി. അതിൻ്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളുമെല്ലാം ദൂരീകരിച്ചുകൊണ്ടും അതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ടും മുന്നോട്ട് പോവുകയാണ് ഈ സർക്കാർ. അതിൻ്റെ അടുത്ത പടിയായി തുടങ്ങുന്ന ഒരു സീരീസ് ഓഫ് കോൺവെർസേഷൻസ്, എ ഡയലോഗ് സീരീസ് എന്ന് പറയാം, അതിൻ്റെ സമാരംഭം കുറിക്കുന്ന ഒരു വേദിയാണിത്. വളരെ ചരിത്രപരമായ ഒരു മുഹൂർത്തമാണ്. ഇവിടെ വിവിധ മേഖലകളിലെ പ്രതിഭകൾ, വിവിധ മേഖലകളുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ഒരുമിച്ച് വിളിച്ചുകൊണ്ട് ആ മേഖലയെക്കുറിച്ച് അവരുടെ ആഗ്രഹങ്ങളും ആശകളും അവരുടെ ആശങ്കകളും അവരുടെ നിർദ്ദേശങ്ങളുമെല്ലാം നേരിട്ട് മുഖ്യമന്ത്രിയോട് തന്നെ പറയാനുള്ള അവസരമൊരുക്കിക്കൊണ്ട് മറ്റൊരു രീതിയിലുള്ള ഡയറക്റ്റ് ഗവൺമെൻറ് ഡയലോഗിലേക്ക് നമ്മൾ കടക്കുന്ന ഈ വേളയിൽ, പുതിയൊരു ചരിത്രം എഴുതുന്ന ഈ വേളയിൽ നമ്മൾ യുവാക്കളിൽ നിന്ന് തുടങ്ങുന്നു എന്നുള്ളത് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ ഈ ഗവൺമെൻറ് പ്രത്യേകമായി പറഞ്ഞൊരു കാര്യം വിജ്ഞാന സമൂഹം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഒരു നോളജ് ഇക്കോണമിയാണ് കേരളം, ഒരു നോളജ് ഹബ്ബായിട്ട് മാറാൻ പോകുന്ന ഒരു സമയം. അങ്ങനെയുള്ള ഒരു സമയത്തെ ഒരു ഡയലോഗ് ഇവിടെ ആരംഭിക്കുകയാണ്. അതിനുവേണ്ട എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. ഒരു ഭാഗത്ത് രണ്ട് ഭാഗങ്ങളില്ലെങ്കിൽ കൂടിയും നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് നല്ല പ്രവർത്തന പരിചയമുള്ള വളരെ മുതിർന്ന സ്കോളേഴ്സും എക്സ്പേർട്സും ഇവിടെ ഉണ്ട്. വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള പ്രതിഭകൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും, എല്ലാ യൂണിവേഴ്സിറ്റികളിൽ നിന്നും, എല്ലാ വിജ്ഞാന രംഗങ്ങളിൽ നിന്നും ഇവിടെ ഉണ്ട്. അവരെല്ലാവരും കൂടി അടുത്ത 3 മണിക്കൂർ നേരമുള്ള വളരെ പ്രൊഡക്റ്റീവായ ഒരു ചർച്ച നിയന്ത്രിക്കാൻ നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീ പ്രദീപ് ഉണ്ട്. അങ്ങനെ തികഞ്ഞ നല്ല രസകരമായ ഒരു സെഷൻ ഇവിടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർമ്മത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയുടെ ചുക്കാൻ പിടിക്കുകയും നമ്മുടെ എല്ലാവരുടെയും ആതിഥേയമായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദുവിനെ, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദുവിനെ ഈ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതുപോലെയുള്ള അനവധി പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മുടെ ഭരണനിർവഹണത്തിന് പുതിയ പുതിയ മാനങ്ങൾ കാണിച്ചു തരുന്ന നമ്മുടെ എല്ലാവരുടെയും ആരാധ്യനായ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വേദിയിലേക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട MLA ശ്രീ തോട്ടത്തിൽ രവീന്ദ്രനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട MLA ശ്രീ അഹമ്മദ് ദേവർകോവിലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട MP ശ്രീ ഇളമരം കരീമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട MLA സച്ചിൻ ദേവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട MLA ശ്രീ കുഞ്ഞാമതുകുട്ടി മാസ്റ്റർ MLA വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട MLA ശ്രീ കാനത്തിൽ ജമീലയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും എൻ്റെ സഹപ്രവർത്തകനുമായ സ്നേഹിൽ കുമാർ സിംഗിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ വിവിധ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്.
ബഹുമാനപ്പെട്ട പ്രൊഫസർ MK ജയരാജിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ സജി ഗോപിനാഥിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ MB നാരായണനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ CT അരവിന്ദകുമാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക ശാസ്ത്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ PG ശങ്കരനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലർ വൈസ് ചെയർമാൻ പ്രൊഫസർ രാജൻ ഗുരുക്കൾ സാറിനെ അദ്ദേഹത്തിനെ കണ്ടില്ല വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മുബാരക് പാഷയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം പ്രൊഫസർ ജിജു P. അലക്സിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഡോക്ടർ J. പ്രസാദ് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വിസിറ്റിംഗ് ജെൻഡർ എക്സ്പേർട്ട് ഡോക്ടർ മീര വേലായുധനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കാലിക്കറ്റ് സർവകലാശാല പ്രൊഫസർ K. ഫാത്തിമത്ത് സുഹറ മാഡത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി ഇഷിത റോയിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ MS രാജശ്രീയെ സ്വാഗതം ചെയ്യുന്നു. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ശ്രീ K. സുധീറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൻ്റെ ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യുവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുള്ള സമിതി, ഇവിടുത്തെ സംഘാടക സമിതി അംഗങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ എല്ലാ സർവകലാശാലകളിൽ നിന്നും വന്നിട്ടുള്ള സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ സ്വാഗതം അർഹിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കുമാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ പരിപാടിക്കായി തങ്ങളുടെ ആശയങ്ങളോട് ഒപ്പം ഇവിടെ ഓടി എത്തിയിട്ടുള്ള എൻ്റെ മുന്നിലുള്ള ഈ പരിപാടിയുടെ ഓരോ ഡെലിഗേറ്റിനെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അധ്യക്ഷ പ്രഭാഷണത്തിനായി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദുവിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഉദ്ഘാടകൻ, കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ബഹുമാന്യനായ വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ, ബഹുമാന്യനായ ശ്രീ എളമരം കരീം MP, ബഹുമാന്യരായ MLA-മാരായിട്ടുള്ള ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, ശ്രീ അഹമ്മദ് ദേവർകോവിൽ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ വൈസ് ചാൻസലർമാർ, ബഹുമാന്യരായ മറ്റ് വിദ്യാഭ്യാസ വിചക്ഷണർ, ബഹുമാന്യനായ ചീഫ് സെക്രട്ടറി ശ്രീ V. വേണു, മറ്റ് ബഹുമാന്യ ഗുരുജനങ്ങളെ, ഇവിടെ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, മറ്റ് സുഹൃത്തുക്കളെ, നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമായി വാർത്തെടുക്കുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യവുമായി കേരളീയ സമൂഹവും സർക്കാരും കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ആ പ്രവർത്തനങ്ങൾക്കാകെ പ്രചോദനം പകർന്നുകൊണ്ട് മുന്നിൽ നടക്കുന്ന നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി വിദ്യാർത്ഥികളോട് നേരിട്ട് സംവദിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പരിഷ്കരണങ്ങൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി മുൻകൈയെടുത്ത് നമ്മോടൊപ്പമുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് ഈ മഹാദൗത്യത്തിൻ്റെ പതാകവാഹകരായി മുന്നിൽ നടക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുക്കി കൊടുത്തുകൊണ്ട്
നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടുള്ള പിന്തുണ സംവിധാനങ്ങൾ ഉറപ്പുകൊടുത്തുകൊണ്ട് അവരെ ഈ വൈജ്ഞാനിക സമൂഹത്തിൻ്റെ നേതൃസ്ഥാനങ്ങളിൽ തന്നെ കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമമാണ് നാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 6000 കോടി രൂപയാണ് വിന്യസിക്കപ്പെട്ടത് എന്നുള്ളത് നമ്മുടെ ഇക്കണോമിക് റിവ്യൂ, ഏറ്റവും പുതിയ ഇക്കണോമിക് റിവ്യൂ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ 1352 കോടി രൂപയാണ് ഭൗതിക പശ്ചാത്തലത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിൻ്റെ കാര്യത്തിൽ മാത്രം വിന്യസിച്ചിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യ വികസനവും അക്കാദമിക ഗുണമേന്മയും വർദ്ധിപ്പിക്കാനുള്ള അർത്ഥപൂർണമായ ഇടപെടലുകളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാം പ്രതിഫലനം എന്നോണം നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളും ദേശീയമായ ഗുണനിലവാര പരിശോധനകളിലും അന്തർദേശീയ റാങ്കിംഗ് സംവിധാനങ്ങളിലുമൊക്കെ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സമഗ്രവും സമൂലവുമായ പരിഷ്കരണമാണ് അടുത്ത വർഷം 4 ഇയർ UG പ്രോഗ്രാം ആരംഭിക്കുന്നതോടുകൂടി നമ്മുടെ കലാലയ അന്തരീക്ഷത്തിൽ ഉണ്ടാകുക എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ദ്വിമുഖമായിട്ടുള്ള ഒരു സമീപനമാണ് സർക്കാരിനുള്ളത്. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധം സുഘടിതമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സ്കിൽ എൻഹാൻസ്മെൻറ്റും തൊഴിൽ സാധ്യതകളിലേക്ക് ആത്മവിശ്വാസത്തോട് പോകാൻ കഴിയുന്ന വിധത്തിൽ ഇൻഡസ്ട്രി അക്കാദമിക ഇൻ്റർഫേസ് ശക്തിപ്പെടുത്തലുമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കുകയാണ്. നാളെ ബഹുമാന്യനായ മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. പഠനത്തോടൊപ്പം വരുമാനം എന്ന് മാത്രമല്ല തൊഴിൽ ആഭിമുഖ്യവും വിദ്യാർത്ഥികളിൽ വർദ്ധിപ്പിക്കാനും ദേശീയവും അന്തർദേശീയവുമായി എസ്റ്റാബ്ലിഷ്ഡായ ഫേംസ് തമ്മിൽ സംവദിച്ചുകൊണ്ട് അവരുടെ തൊഴിൽ സാധ്യതകളിലേക്ക് ആത്മവിശ്വാസത്തോടെ എത്തിച്ചേരാനുമൊക്കെ അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു ഭാഗത്തും മറുവശത്ത് ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങളുടെ ഗുണമേന്മ വർധനവും ഈ സന്ദർഭത്തിൽ സർക്കാർ ലക്ഷ്യം വയ്ക്കുകയാണ്. നോളജ് ട്രാൻസ്ലേഷൻ, അറിവിൻ്റെ പ്രായോഗിക തലത്തിലേക്കുള്ള പരാവർത്തനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങളാണ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം 2 കാര്യങ്ങൾ വിദ്യാർത്ഥികളുടെ സാമൂഹ്യ സാമ്പത്തിക പിന്തുണ എന്നുള്ള നിലയിൽ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പാണ്. അത് ട്രാൻസ്ലേഷണലായിട്ടുള്ള റിസർച്ചിന്, അതായത് കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന അടിസ്ഥാന മേഖലകളായിട്ടുള്ള കൃഷി, വ്യവസായം, ആരോഗ്യം ഇത്യാദി മേഖലകളിലൊക്കെ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് പഠിച്ച് കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിന് ആഴത്തിൽ ഗവേഷണം നടത്തുന്നതിനാണ് മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പ്. 500 യുവ ഗവേഷകർക്ക് 5 വർഷക്കാലം കൊണ്ട് കൊടുക്കണം എന്നുള്ളതാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 170ഓളം യുവ ഗവേഷകർ ഇതിനകം ആ പദ്ധതിയുടെ ആനുകൂല്യത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. അതുപോലെ വിദ്യാഭ്യാസപരമായി മുന്നിലാണെങ്കിലും സാമ്പത്തികമായും സാമൂഹ്യമായും പിന്തുണ വേണ്ടുന്ന പ്രതിഭകൾക്ക് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരവും കഴിഞ്ഞ 2 വർഷങ്ങളിലും ഏറ്റവും നല്ല നിലയിൽ നൽകി വരികയാണ്. 1000 വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷം രൂപ വീതം സ്കോളർഷിപ്പ് നൽകുന്ന ഇന്ത്യയിലെ ഏക പദ്ധതിയാണ് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം. നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും മികച്ച പരീക്ഷണശാലകളും ഏറ്റവും മോഡേണൈസ്ഡ് ആയിട്ടുള്ള ലൈബ്രറികളും സ്മാർട്ട് ക്ലാസ് റൂമുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നിർമ്മിച്ച് സജ്ജമാക്കണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിരന്തരം ഞങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹവുമായി സംവദിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തിപരമായി ഗുണം ചെയ്യും എന്ന് മാത്രമല്ല, സംസ്ഥാനത്തിന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെ വലിയ മുതൽക്കൂട്ടാകും എന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ക്യാമ്പസുകളിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഉന്നത വിദ്യാഭ്യാസ മേഖല
21-ാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക ലോകത്തിൽ ഡിജിറ്റൽ സാധ്യതകൾ നിറയെ നിൽക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ആശയങ്ങൾ സമർത്ഥമായി മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ തയ്യാറാകുക. നമുക്ക് അത് ഏറ്റെടുക്കാം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തീർച്ചയായും നിങ്ങൾ പറയുന്ന ഓരോ വാക്കും സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് സന്തോഷപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥിനികളെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ചീഫ് സെക്രട്ടറി പറഞ്ഞതുപോലെ ഈ സദസ്സ് ഒരു പ്രത്യേക സദസ്സായി മാറുകയാണ്. നിങ്ങൾ വിദ്യാർത്ഥികൾ നമ്മുടെ സംസ്ഥാനത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മേധാവികളുമായി നിങ്ങളുടെ ആശയം പങ്കുവെക്കാനുള്ള അവസരമാണ് ഇതിലൂടെ കൈവരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മേധാവികൾ ഒന്നിച്ച് നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ ഇവിടെയുണ്ട് എന്നതാണ് ഈ സദസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ചിലരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതുപോലുള്ള സദസ്സുകൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിലിടപെടുന്നതിനും സഹായകമായി മാറിയിരുന്നു. അതാണ് നമ്മുടെ അനുഭവം. നമ്മുടെ സംസ്ഥാനത്ത് ഇതിനു മുൻപ് ഇതേ രീതിയിലല്ലെങ്കിലും വിപുലമായ രീതിയിൽ തന്നെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം നാം നടത്തിയിരുന്നു. ഒട്ടേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതിൻ്റെ ഭാഗമായി ഉയർന്നു വന്നിരുന്നു. അത് കഴിഞ്ഞ 2016 മുതൽ 2021 വരെ അധികാരത്തിലുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല, 2021 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാഴ്ചപ്പാടിന് രൂപം നൽകുന്നതിനും സഹായകമായിരുന്നു എന്നതാണ് അനുഭവം. അതിലും പുറകോട്ട് പോയാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നില്ലെങ്കിലും 2016 മുൻപ്
യുവജനങ്ങളും വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ കിട്ടിയ അവസരം 2016 LDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക രൂപപ്പെടുത്തുന്നതിന് സഹായകമായിരുന്നു. കാരണം നിങ്ങളെന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ, ഇപ്പോഴുള്ളവരല്ല, ചിലപ്പോൾ കഴിഞ്ഞ യോഗത്തിൽ പങ്കെടുത്തവർ, അതിന് മുൻപിൽ പങ്കെടുത്തവർ തീർച്ചയായുമല്ല. കാലം മാറുകയാണ്. അതിനനുസരിച്ച് നിങ്ങളുടെ സ്ഥാനം മറ്റുള്ളവർ കാലം മാറുമ്പോൾ ഏറ്റെടുക്കും. അതാണ് സ്വാഭാവികമായി വിദ്യാർത്ഥി രംഗത്ത് നടക്കുക. പക്ഷേ ഈ ഘട്ടം നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിലൂടെയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചും ഒരുപാട് ആശയങ്ങൾ മനസ്സിൽ നിറയുന്ന സന്ദർഭമാണ്. ആ ആശയങ്ങൾക്ക് എങ്ങനെ പ്രകടമായ രൂപം കൊടുക്കാനാകും, അത് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിശ്ചയമുണ്ടാവില്ല. അതിന് അവസരമൊരുക്കലാണ് ഇത്തരമൊരു സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരു വ്യക്തി എന്ന നിലക്ക് ഒരു വിദ്യാർത്ഥിക്ക് തോന്നുന്ന ആശയം അതേപോലെ നടപ്പാക്കുന്നതിന് സൗകര്യം ലഭിച്ചു എന്ന് വരില്ല. നിങ്ങൾ ഏതാനും വിദ്യാർത്ഥികൾ കൂട്ടമായി ഒരാശയത്തിന് രൂപം നൽകിയാൽ അതും പ്രാവർത്തികമാക്കുന്നതിന് ചിലപ്പോൾ പ്രായോഗിക വിഷമതകളുണ്ടാകും. എന്നാൽ നിങ്ങളുടെ ആശയം ഒരു മറച്ചുവെക്കലുമില്ലാതെ ഇവിടെ അവതരിപ്പിക്കാവുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏത് തരത്തിലുള്ള ആശയമാണോ നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മനസ്സിൽ കരുതി നടക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് ഇത് മാറുന്നത്. അങ്ങനെ വരുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവികൾ ഇവിടെയുണ്ട്. ഇപ്പോൾ നിലവിലുള്ളതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ അത് പരിഹരിച്ചു പോകുന്നതിന് അവർ വിചാരിച്ചാൽ തന്നെ സാധിക്കും. ഭാവിയിൽ നടപ്പാക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും ചേർന്നുകൊണ്ട് നടപ്പാക്കേണ്ടവയാകാം. അത്തരം കാര്യങ്ങൾ പ്രായോഗികമാണോ അല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. നിങ്ങളുടെ മനസ്സിലുള്ള ആശയം എന്താണോ അത് നിങ്ങൾ അവതരിപ്പിക്കുക. പ്രായോഗികത അതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നവർ നിശ്ചയിക്കട്ടെ. ആ വരുന്ന നിർദ്ദേശങ്ങളിൽ മിക്കതും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണത്തിന് വലിയ തോതിൽ വഴിവെക്കും എന്ന് തന്നെയാണ് നാം കാണേണ്ടത്. അപ്പോൾ ആമുഖമായി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും ജീവസ്സുറ്റ വിഭാഗമാണ്. ആ നിങ്ങളുടെ അഭിപ്രായം ഒരു കലവറയുമില്ലാതെ ഇവിടെ പ്രകടിപ്പിക്കുക. അത് ഗൗരവമായി പരിഗണിക്കപ്പെടും എന്നാണ് ആദ്യമേ തന്നെ പ്രസ്താവിക്കാനുള്ളത്. ഇവിടെ
10 വ്യത്യസ്ത മേഖലകളിലെ പ്രതിനിധികളുമായി സംവദിക്കാനാണ് ഈ പരിപാടിയിലൂടെ കഴിയുന്നത്. അതിൻ്റെ ആദ്യ സെഷനാണിത്. വ്യത്യസ്ത മേഖലകളെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളാണ്. കേരളത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണയിക്കാൻ പുതുതലമുറക്കാണ് ഏറ്റവും പ്രധാന പങ്കുവഹിക്കാൻ കഴിയുക. ആ തലമുറയുമായുള്ള സംവദിക്കൽ ആദ്യമേ തന്നെ നടക്കട്ടെ എന്നതുകൊണ്ടാണ് ഈ പരിപാടിയുടെ ആദ്യ ദിനം എന്ന നിലക്ക് നിങ്ങളുമായുള്ള മുഖാമുഖം ഈ രീതിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളും ഒരുപോലെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു നവകേരളം കെട്ടിപ്പടുക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ്ഘടനയായി പരിവർത്തിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സമൂഹം എല്ലാ അർത്ഥത്തിലും ഒരു നൂതനത്വ സമൂഹമായി മാറേണ്ടതുണ്ട്. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു കാഴ്ചപ്പാടോടെ നമ്മുടെ ഭാവി കേരളത്തെ രൂപപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് സമാഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനായി സമൂഹവുമായി സംവദിക്കാനുമാണ് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത്. അതിൻ്റെ അതിവിപുലമായ ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലുള്ളതായിരിക്കും. നേരത്തെ ചീഫ് സെക്രട്ടറിയോട് പറയുകയുണ്ടായി, നവകേരള സദസ്സ് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വലിയ തോതിലാണ് അത് സംഘടിപ്പിക്കാനായത്. അവിടെ നിന്നും ലഭിച്ച ഒട്ടേറെ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം ക്രോഡീകരിച്ച് കുറച്ചുകൂടി സൂക്ഷ്മതലത്തിലുള്ള ആശയവിനിമയം നടത്തലാണ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വിജ്ഞാന സമ്പദ്ഘടനയായും നൂതനത്വ സമൂഹമായും കേരളം മാറുന്നതിന് പ്രാഥമികമായി ശ്രദ്ധ കൊടുക്കേണ്ടത് വിദ്യാഭ്യാസ മേഖലക്കാണ്. പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക്. പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ നേട്ടങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വന്നവരാണ് നിങ്ങളിൽ പലരും. അതിൻ്റെ തുടർച്ച ആ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് നേടാൻ കഴിഞ്ഞ നേട്ടങ്ങളുടെ തുടർച്ച ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടാവണം എന്നാണ് സർക്കാർ കാണുന്നത്. അതിനായി നേരത്തെ തന്നെ ചില പരിപാടികൾക്ക് തുടക്കമിട്ടിരുന്നു. ഇപ്പോഴത് സമഗ്രമായി അതിവിപുലമായി തന്നെ നടപ്പാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും
കൊണ്ടുവരിക എന്നതുകൂടിയാണ് സർക്കാർ കാണുന്നത്. നമ്മുടെ കഴിഞ്ഞ പരിപാടിയെക്കുറിച്ച് ഞാൻ പരാമർശിച്ചു. ഫലപ്രദമായ ഒട്ടേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അവയിൽ ഉയർന്നു വന്നിരുന്നു. അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള കാഴ്ചപ്പാടാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നാം കാണേണ്ടത് ഉപരിപ്ലവമായ കേവല പരിഷ്കരണമല്ല, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാലാനുസൃതമായി ഉടച്ചു വാർക്കുക. ഇതാണ് നാം ലക്ഷ്യമിടുന്നത്. അതിന് ഇപ്പോൾ ചെയ്തത്, ഈ സർക്കാർ അധികാരത്തിലേറ്റതിന് ശേഷം ചെയ്തത്, അധികാരമേറ്റ ഉടൻ തന്നെ നമ്മുടെ രാജ്യത്തെ തന്നെ പ്രഗത്ഭരായ വിദ്യാഭ്യാസ വിചക്ഷണർ ഉൾപ്പെട്ട 3 കമ്മീഷനുകളെ നിയോഗിക്കുകയുണ്ടായി. സർക്കാർ തലത്തിലും സർവകലാശാലാ തലത്തിലും സമഗ്രമായ ചർച്ചകളും സംവാദങ്ങളും ആ കമ്മീഷൻ നടത്തി. 9 മാസത്തിനകം ആ 3 കമ്മീഷനുകളും അവരുടെ റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. അവ സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ നടത്തുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രാപ്യത, തുല്യത, ഈ മേഖലകളിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകും വിധമുള്ള നേട്ടങ്ങളാണ് കഴിഞ്ഞ ചില വർഷങ്ങളിൽ കേരളം കൈവരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 7 വർഷം കൊണ്ട് നമ്മുടെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോയിൽ GER ഏകദേശം 10% മുന്നേറ്റമുണ്ടാക്കാൻ കേരളത്തിന് കഴിഞ്ഞു. പെൺകുട്ടികളുടെ GER 50%. ഈ നേട്ടം ഗുണമേന്മയുടെ അല്ലെങ്കിൽ മികവിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര കൈവരിക്കാനായിട്ടില്ല. അതുറപ്പുവരുത്താനുള്ള പരിശ്രമങ്ങൾക്കും തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നാം കാണേണ്ടത് NIRF റാങ്കിംഗ് അനുസരിച്ച് രാജ്യത്തെ മികച്ച 200 കോളേജുകളിൽ 42 കോളേജുകൾ കേരളത്തിലാണ്. അതായത് 21%. ഇതിനൊരു പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, അവയെല്ലാം സർക്കാർ എയ്ഡഡ് മേഖലയിലുള്ളവയാണ് എന്നതാണ്. നാക്കിൻ്റെ ഗ്രേഡിങ്ങിൽ A++ ലഭിച്ച രാജ്യത്തെ 147 സ്ഥാപനങ്ങളിൽ 21 കേരളത്തിലാണ്. കേരളത്തിലെ 359 കോളേജുകൾക്കും 8 സർവകലാശാലകൾക്കും നാക്കിൻ്റെ അംഗീകാരമുണ്ട്. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിന് ഈ നേട്ടങ്ങൾ മാത്രം മതിയോ? പോരാ എന്നതാണ് സർക്കാരിൻ്റെ അഭിപ്രായം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മികവ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ, രാജ്യത്തിന് പുറത്തുള്ളവർ തിരിച്ചറിയുന്ന നില വരണം. അതിന് സഹായകരമായ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇക്കോസിസ്റ്റം നമ്മുടെ കേരളത്തിൽ സജ്ജമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉള്ളതുകൊണ്ട് നാം തൃപ്തരാകുന്നില്ല. ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് അതിനെ കൂടുതൽ
വികസിപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ മികവിലേക്ക് നാം ഉയരേണ്ടതുണ്ട് എന്നാണ് കാണുന്നത്. വിജ്ഞാന സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങളെ വിജ്ഞാന സമൂഹം സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ നിന്നും വേറിട്ട് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കേരളത്തെ ഒരു ജനപക്ഷ നവവൈജ്ഞാനിക സമൂഹമാക്കി പരിവർത്തനപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നത്. അതിനായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യവസായങ്ങളും പൊതുസമൂഹവും ഇതെല്ലാം തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. ഈ സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ ട്രാൻസ്നാഷണൽ റിസർച്ച് ലാബുകളെ പറ്റി പറഞ്ഞിരുന്നു. അത് ഈ ദിശയിലുള്ള പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായിരുന്നു. അക്കാദമിക് രംഗത്തുണ്ടാവുന്ന നേട്ടങ്ങളും കണ്ടെത്തലുകളും സമൂഹത്തിന് ഉപകാരപ്രദമാകും വിധം പരിവർത്തനപ്പെടുത്താനുള്ള അവസരമാണ് ഇതുവഴി തുറക്കപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായി സർവകലാശാലകളിൽ തന്നെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സൗകര്യങ്ങൾ ലഭ്യമാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് ആ പദ്ധതിക്കും തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം സൗകര്യങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ ശേഷിയുള്ള നൂതന ആശയങ്ങളും അഭിരുചിയും നൈപുണ്യമുള്ള മിടുക്കരായ വിദ്യാർത്ഥി സമൂഹമാണ് നമുക്കുള്ളത്. അതിൻ്റെ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. തിരുവനന്തപുരത്തെ LBS വിമൻ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ, അധ്യാപകർ കൂടി ഒരുക്കിയ സാറ്റലൈറ്റ്, തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സാനിറ്റൈസർ കുഞ്ഞപ്പൻ 2 എന്ന റോബോട്ട്, പാലക്കാട് NSS കോളേജ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ തേങ്ങ ചിരകാനുള്ള ഉപകരണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ നമുക്ക് കഴിയും. ഇത്തരത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ചെറുതും വലുതുമായ നിരവധി കണ്ടെത്തലുകൾ കേരളത്തിൻ്റെ കലാലയങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. കണ്ടെത്തലുകളെ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന ഇൻക്യുബേഷൻ ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇൻക്യുബേഷൻ ലഭ്യമാക്കിക്കൊണ്ട് നാടിൻ്റെ സാമ്പത്തിക വ്യാവസായിക പുരോഗതിക്ക് മുതൽക്കൂട്ടാകുന്ന നിലയിലേക്ക് അവയെ മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ ബഹുമാന്യായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുകയുണ്ടായി, മുഖ്യമന്ത്രിയുടെ നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിനെ പറ്റി. കൈരളി റിസർച്ച് അവാർഡുകളും ആ കൂട്ടത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഈ മുന്നേറ്റത്തിൻ്റെ ഭാഗമാകാൻ ഗവേഷകരെ സഹായിക്കുമെന്നാണ് കാണുന്നത്. വ്യത്യസ്ത മേഖലകളിൽ അവയ്ക്ക് ഓരോന്നിനും വേണ്ടി പ്രത്യേകമായ സർവകലാശാലകൾ കേരളത്തിലുണ്ട് എന്നതും പ്രത്യേകതയാണ്. അവയിലൊന്നാണ് നമ്മുടെ രാജ്യത്തെ തന്നെ ആദ്യത്തെ ഫിഷറി സർവകലാശാലയായ കുഫോസ്. 1971 സ്ഥാപിതമായ കുഫോസ് ഇന്ന് മത്സ്യബന്ധന രംഗത്ത് അത്യാധുനിക മുന്നേറ്റങ്ങൾ നടത്തിയ നോർവേ പോലെയുള്ള രാജ്യങ്ങളുമായി അക്കാദമിക് രംഗത്ത് സഹകരിക്കുന്നുണ്ട്. മിടുക്കരായ വിദ്യാർത്ഥികളാണ്
നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തുള്ളത്. ഈ രംഗത്തിൻ്റെ സാധ്യതകൾ ഇനിയും പൂർണ്ണമായും ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഡോക്ടർമാരടക്കം ഈ രംഗത്തുള്ളവർ തൊഴിൽ മേഖലയിലേക്ക് മാത്രമായി ചുരുങ്ങുന്നതാണ് ഇവിടുത്തെ പൊതുരീതി. അതുപോരാ. അതുകൊണ്ട് തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ബയോമെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇക്കോസിസ്റ്റം രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു ചെറിയ വിഭാഗം ഡോക്ടർമാർ ഓരോ പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഗവേഷണങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകണം. അങ്ങനെ വന്നാൽ തന്നെ അത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കും. ഗവേഷണ രംഗത്ത് കടക്കുന്ന ഡോക്ടർമാരുടെ എണ്ണം വളരെ പരിമിതമാണ് എന്നത് നാം കാണേണ്ടതാണ്. ഇപ്പോൾ ബയോമെഡിക്കൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ജ്ഞാനോൽപാദനം, സമന്വയം, സാന്ദർഭികവൽക്കരണം, അറിവിൻ്റെ കൈമാറ്റം എന്നിവയ്ക്കായുള്ള നെറ്റ്വർക്ക് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. മെഡിക്കൽ, ടെക്നിക്കൽ വിദ്യാഭ്യാസ രംഗത്തുള്ളവർ ഇതിൻ്റെ ഭാഗമാവണം എന്നാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത്. ഗവേഷണം നമ്മുടെ രാജ്യത്തിന്, സമൂഹത്തിന്, ലോകത്തിന് അങ്ങേയറ്റം ഉപകാരപ്രദമായ ഒന്നായിരിക്കും. ആരോഗ്യ സർവകലാശാലയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ പഠന രംഗത്ത് മികച്ച രീതിയിലുള്ള മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അതിനനുസരിച്ച് മെഡിക്കൽ കോളേജുകൾ, നഴ്സിംഗ് കോളേജുകൾ, പാരാമെഡിക്കൽ കോളേജുകൾ എല്ലാം പുതുതായി സ്ഥാപിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ കോഴ്സുകൾ ആരോഗ്യ സർവകലാശാലയിൽ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നതും പ്രത്യേകതയാണ്. അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളിൽ മാത്രം 1558 സീറ്റുകളാണ് ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് വർദ്ധിപ്പിക്കാനായത്. ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് നാം മുന്നോട്ട് പോകുന്നത്. സാങ്കേതിക വിദ്യാ പഠന രംഗത്തെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്താണ് APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല പ്രവർത്തിക്കുന്നത്. ആ സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരം വിളപ്പിൽശാലയിൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ലാബറട്ടറികൾ, അക്കാദമിക് കെട്ടിടങ്ങൾ, ഹോസ്റ്റലുകൾ എല്ലാം നവീകരിക്കാനുള്ള പ്രവർത്തനവും നടക്കുന്നു. നൂതന തൊഴിൽ മേഖലകളിലേക്ക് കടക്കാൻ നമ്മുടെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന ഇൻക്യുബേഷൻ സെൻ്ററുകൾ എല്ലാ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഇതിനകം ആരംഭിക്കാനുമായിട്ടുണ്ട്. ആധുനിക ഡിജിറ്റൽ ലോകത്ത് 4ാം വ്യാവസായിക വിപ്ലവത്തിന് അനുഗുണമായ വിധത്തിലുള്ള വിദ്യകളും ശേഷികളുമുള്ളവരെയാണ് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിലെ അറിവുകളെ സമന്വയിപ്പിക്കാനും അവയെ ക്രിയാത്മകമായി പ്രയോഗിക്കാനും കഴിയേണ്ടതുണ്ട്. അതിന് കഴിയും വിധത്തിലുള്ള മൾട്ടി ഡിസിപ്ലിനറി സമീപനമാണ് ഇന്ന് ലോകത്താകെയുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്വീകരിക്കപ്പെടുന്നത്. അതിൽ തന്നെ ഡിജിറ്റൽ വിവരങ്ങളുടെ അല്ലെങ്കിൽ ഡാറ്റയുടെ വിശകലനത്തിനും വിജ്ഞാപനത്തിനും സവിശേഷമായ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായ ചാറ്റ് GPT പോലുള്ള സംവിധാനങ്ങളുടെ വിസ്മയകരമായ സംഭാവനകൾ നാം ഓരോ ദിവസവും
കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിലെ മൗലികമായ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനൂതനമായ മേഖലകളിൽ കൂടി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രാവീണ്യം ലഭ്യമാക്കണമെന്നാണ് സർക്കാർ കരുതുന്നത്. അത് ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് തുടക്കം കുറിച്ചത്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടെ രാജ്യത്തെ ആ മേഖലയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ്. അതിലൂടെ ഉൽപ്പാദിക്കപ്പെടുന്ന അറിവുകൾക്ക് റിയൽ ടൈം ആപ്ലിക്കേഷൻ ഉണ്ടാകുന്നു എന്ന് ഉറപ്പുവരുത്താൻ കൂടിയാണ് ഡിജിറ്റൽ സയൻസ് പാർക്കിന് കൂടി ആരംഭം കുറിച്ചിട്ടുള്ളത്. അതും ഡിജിറ്റൽ സയൻസ് പാർക്കും അത്തരത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംരംഭമാണ്. നിർമ്മിത ബുദ്ധി, മെഷീൻ ലേണിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനായി എഡിൻബറ യൂണിവേഴ്സിറ്റി, QLS സ്പേസ് ഇവയുമായെല്ലാം ചേർന്ന് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്രത്യേക പദ്ധതി നടപ്പിലാക്കി വരികയാണ്. റിന്യൂവബിൾ എനർജി, നെറ്റ് സീറോ, നാനോ ടെക്നോളജി, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജിനോമിക് സ്റ്റഡീസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ബിഗ് ഡാറ്റ സയൻസസ്, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഇങ്ങനെ വിവിധ മേഖലകളെ പ്രോത്സാഹിപ്പിക്കാൻ പുതിയ മികവിൻ്റെ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. ഇവയെല്ലാം അതിനൂതനമായ മേഖലകളാണ്. വരാനിരിക്കുന്ന കാലത്തിലേക്ക് കേരളത്തെ സജ്ജമാക്കുക, അതിന് ആ ഉദ്ദേശത്തോടെയാണ് ഈ മേഖലകളിലൊക്കെ സർക്കാർ സജീവമായി ഇടപെടുന്നത്. ഇവയുടെയൊക്കെ ഭാഗമാകാനും ഈ മേഖലകളിൽ നൂതനമായ സംഭാവനകൾ നൽകാനും നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് കഴിയണം. ആ നിലക്ക് ഏതെങ്കിലുമൊരു തൊഴിൽ നേടുക എന്നതിനപ്പുറത്ത് തൊഴിൽ ദാതാക്കളായി മാറുക എന്ന നിലയിലേക്ക് വിദ്യാർത്ഥികളുടെ ചിന്ത വളരണം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വ്യവസായ വകുപ്പും ഇതിനുതകുന്ന പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഓരോ വിഷയത്തിലുമുള്ള അറിവ് മാത്രം പോരാ, അറിവ് സമൂഹവുമായി അധികാരവുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് അറിയണം. അറിവിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെപ്പറ്റി ഗൗരവതരമായ ചിന്തകൾ മനസ്സിലുയരണം. അത്തരത്തിൽ ഉള്ള ചിന്ത വളർത്തിക്കൊണ്ട് നയവിശകലനം നടത്താനും പ്രതികരിക്കാനുമുള്ള ശേഷി ആർജിക്കണം. പഠിക്കുന്നത് ഏത് വിഷയമായാലും വിഷയത്തിനപ്പുറം കടന്ന് ചിന്തിക്കാൻ കഴിയേണ്ടതുണ്ട്. അങ്ങനെ മാത്രമേ കഴിവുകളും ശേഷികളും വികസിപ്പിക്കാനാവൂ. കലാമണ്ഡലത്തിൽ ചരിത്രത്തിലാദ്യമായി കഥകളിക്ക് പെൺകുട്ടികൾക്ക് 2019 പ്രവേശനം നൽകി. ആദ്യ ബാച്ച് പുറത്തിറങ്ങി. നിങ്ങൾക്കറിയാലോ, കഥകളി കലാകാരിയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നത്. ആ കുട്ടികളിപ്പോൾ കഥകളി രംഗത്ത് സജീവമാണ്. തിമില, ചെണ്ട, കഥകളി ചുട്ടി, കഥകളി സംഗീതം തുടങ്ങിയ മേഖലകളിലെല്ലാം പെൺകുട്ടികൾക്ക് അവസരം നൽകി. അതുവഴി കൽപ്പിത സർവകലാശാലയായ കേരള കലാമണ്ഡലത്തിൽ ലിംഗനീതി ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നാണ് ദാക്ഷായണി വേലായുധൻ സയൻസ് ബിരുദധാരിണിയും നമ്മുടെ പാർലമെൻറ്റിലെ ആദ്യ വനിതാ മെമ്പറുമായത്. ഇന്ന് ആ രീതിയിലുള്ള ദുർഘട സാഹചര്യമില്ല. സർക്കാർ എല്ലാ സഹായങ്ങളും പ്രോത്സാഹനവും
നൽകുന്നുണ്ട്. അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര തലം വരെ മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ്, ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 5 ലക്ഷം രൂപയുടെ കൈരളി ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ഗ്ലോബൽ പ്രൈസ്, ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് നാഷണൽ അവാർഡ്, ഗവേഷണ പുരസ്കാരം, ഗവേഷക പുരസ്കാരം, ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ നവകേരള പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ്. ഇതിനോടകം 176 ഗവേഷകർക്ക് ഈ ഫെലോഷിപ്പ് നൽകിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ ഗവേഷണ മേഖല കഴിഞ്ഞ 3 വർഷമായി വലിയ തുകയാണ് ഗവേഷണ മേഖലക്കായി മുടക്കുന്നത്. അത് കേവലം ചിലവായല്ല സർക്കാർ കാണുന്നത്, മറിച്ച് ഭാവിക്ക് വേണ്ടിയുള്ള നിക്ഷേപം എന്ന നിലയിലാണ് സർക്കാർ അതിനെ കാണുന്നത്. ഇത്രയധികം പേർക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തുമില്ല. നമ്മൾ വിഭവശേഷിയിൽ മുന്നിലൊന്നുമല്ല, പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞാണ് ഇത്തരമൊരു നടപടിയെടുത്തിട്ടുള്ളത്. നല്ല പ്രതിഭയുള്ള പലരും വികസിത രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന പ്രവണത അത് തുടരുന്നുണ്ട് എന്നതും നാം കാണേണ്ടതാണ്. വിദേശത്തേക്ക് പോയവരെ തൽക്കാലത്തേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ബ്രെയിൻ ഗെയിൻ സ്കീം ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വഴി നമ്മൾ നടപ്പാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നൊബേൽ ജേതാക്കളെ ക്ഷണിച്ചു വരുത്തി നമ്മുടെ ഗവേഷകർക്ക് അവരുമായി ഇടപഴകാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന സ്കോളർ ഇൻ റെസിഡൻസ് സ്കീമും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വഴി നടത്തി വരുന്നുണ്ട്. ഇതൊക്കെ രാജ്യത്ത് വേറൊരിടത്തും ഇല്ലാത്ത സ്കീമാണ് എന്നതും നാം തിരിച്ചറിയണം. രാജ്യത്തിനകത്തും പുറത്തുമുള്ള സുപ്രധാന പഠന ഗവേഷണ സ്ഥാപനങ്ങളിലെല്ലാം പഠിതാക്കളായും പരിശീലകരായും മലയാളികളുണ്ട്. നോബൽ ജേതാക്കളുടെ ഗവേഷണ സംഘങ്ങളിൽ പോലും നിർണായക പദവികളിൽ മലയാളികളുണ്ട്. എന്നിട്ടും ഗവേഷണ മേഖലകളിൽ ലോക നിലവാരത്തിലേക്ക് എത്താൻ നമ്മുടെ നാടിന്, കേരളത്തിന് കഴിയുന്നില്ല. ഇൻഹൗസ് എക്സലൻസ് നമുക്ക് സാധ്യമാവുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് നാം ഗൗരവമായി ചിന്തിക്കണം. നിങ്ങൾ പ്രത്യേകമായും ചിന്തിക്കണം. പരിഹാര മാർഗങ്ങൾ എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും വേണം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പഠിപ്പിച്ച ഗുരുവിൻ്റെ സ്മരണക്കുള്ള ഏറ്റവും ഉചിതമായ ആദരം എന്ന നിലയിലാണ് പുതുതായി ആരംഭിച്ച ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് തന്നെ നൽകിയത്. ഉയർന്ന മാനവികതയുടെ മഹത്തായ മൂല്യങ്ങൾ സമൂഹത്തിന് പകരുന്ന മികച്ച സ്ഥാപനമാണത്. കേരളീയ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഊന്നി നിൽക്കുക, അത് ജനകീയ ജനാധിപത്യ മതനിരപേക്ഷ വിദ്യാഭ്യാസം എന്നതാണ്. ഈ അടിസ്ഥാന മൂല്യങ്ങൾ ഊന്നി നിന്നുകൊണ്ട് വിദ്യാർത്ഥി കേന്ദ്രീകൃതവും പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ഉൾപ്പെടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ വിദ്യാഭ്യാസ പരിഷ്കരണമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനായി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ പ്രവർത്തനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശമായാണ് കേരള ഹയർ എഡ്യൂക്കേഷൻ കരിക്കുലം ഫ്രെയിംവർക്ക് വികസിപ്പിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 4 വർഷ ഡിഗ്രി സംബന്ധിച്ചാണ് ഫ്രെയിംവർക്ക് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. അധികം വൈകാതെ എല്ലാ കോഴ്സുകൾക്കും ബാധകമാകുന്ന വിപുലീകൃത ഫ്രെയിംവർക്ക് വികസിപ്പിക്കും.
ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ എന്ന പോലെ തന്നെ കലാകായിക മേഖലകളിലും പ്രതിഭകൾ സൃഷ്ടിക്കപ്പെടണമെന്നതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അതിൻ്റെ ഭാഗമായി അടുത്ത വർഷം 4 വർഷ ബിരുദ കോഴ്സ് ആരംഭിക്കുമ്പോൾ കലാകായിക മേഖലയിലെ പങ്കാളിത്തത്തിനു കൂടി ക്രെഡിറ്റ് ലഭിക്കും വിധം കോഴ്സുകൾ പരിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ മേഖലയിലെ നേട്ടങ്ങൾക്ക് ഗ്രേസ് മാർക്കും നൽകും. 4 വർഷ ബിരുദം നടപ്പിലാവുന്നതോടുകൂടി ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ മുഖച്ഛായ തന്നെ മാറാനാണ് പോകുന്നത്. നിലവിലെ 3 വർഷത്തിൽ നിന്ന് അധികമായി 1 വർഷം കൂടി പഠിക്കുക എന്നതല്ല ലക്ഷ്യമിടുന്നത്. മറിച്ച് നിലവിലെ അധ്യാപനം, പഠനം, മൂല്യനിർണയം ഈ രീതികളിൽ നിന്നെല്ലാമുള്ള സമൂലമായ മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായും വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ, വിദ്യാർത്ഥികളുടെ താൽപ്പര്യങ്ങൾക്കും അഭിരുചികൾക്കും പ്രാധാന്യം നൽകുന്ന, അവർക്ക് താൽപ്പര്യമുള്ള മേഖലകളിൽ കരിയർ കണ്ടെത്താൻ സഹായിക്കുന്ന, അതിലുപരി അവരെ മികച്ച സാമൂഹിക ജീവികളായി വാർത്തെടുക്കുന്ന ബിരുദ പദ്ധതിയാണ് കേരളം മുന്നോട്ട് വെക്കുന്നത്. ശാസ്ത്രബോധമുള്ള, ഭരണഘടനാ മൂല്യങ്ങളിൽ വിശ്വാസമുള്ള, മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ബഹുസ്വര സമൂഹമായി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് അത്യന്താപേക്ഷിതമാണ്. ശാസ്ത്രത്തിൻ്റെ പേരിൽ അസംബന്ധങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ കാലത്ത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ശാസ്ത്രാവബോധം സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്നത് ഏതൊരു സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ് എന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ കാണുകയാണ്. അത്തരത്തിൽ അടിസ്ഥാന ശാസ്ത്രബോധവും മാനവിക മൂല്യവുമുള്ള തലമുറക്ക് മാത്രമേ വിദ്വേഷരഹിതമായ ഒരു നവകേരളം സൃഷ്ടിക്കാൻ കഴിയൂ. ഈ ബോധ്യം വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായി ഉണ്ടാകണമെന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. എല്ലാ വിദ്യാർത്ഥികളെയും ഒരൊറ്റ അച്ചിൽ വാർത്തെടുക്കുന്ന നിലവിലെ രീതി ഒഴിവാക്കിയേ തീരൂ. ഗവേഷണത്തിനും അധ്യാപനത്തിനും താൽപ്പര്യമുള്ളവർക്ക് ആ അർത്ഥത്തിൽ വളരാനാവണം. കലാകായിക മേഖലകളിൽ താൽപ്പര്യമുള്ളവർക്ക് ആ തലങ്ങളിൽ മുന്നേറണം. ബിരുദത്തിന് ശേഷം തൊഴിൽ മേഖലയിലേക്ക് പോകാൻ താൽപ്പര്യമുള്ളവർക്ക് ആവശ്യമായ ജ്ഞാനവും നൈപുണ്യവും അഭിരുചിയും നേടാൻ അവസരമുണ്ടാകണം. ഇങ്ങനെയുള്ള വിശാലവും സമഗ്രവുമായ കാഴ്ചപ്പാടോടെയാണ് സർക്കാർ ഇടപെടുന്നത്. നിലവിലെ കെമിസ്ട്രി ഐച്ഛിക വിഷയമായി ബിരുദത്തിന് ചേരുന്ന വിദ്യാർത്ഥി നിർബന്ധമായി കണക്കും ഫിസിക്സും പഠിക്കണമല്ലോ. അതേപോലെ തന്നെ നാളെ കെമിസ്ട്രിയോടൊപ്പം മ്യൂസിക്കോ സാഹിത്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിലധിഷ്ഠിത കോഴ്സോ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം വിദ്യാർത്ഥികൾക്കുണ്ടാകും. പഠിക്കുന്ന കോളേജുകളിൽ അതിന് പറ്റിയ സാഹചര്യമില്ല എങ്കിൽ മറ്റു കോളേജുകളിൽ നിന്നോ ഓൺലൈനായോ അവ പഠിക്കാനുള്ള അവസരം ലഭ്യമാക്കും. താൽപ്പര്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒരു സെമസ്റ്റർ പൂർണ്ണമായും ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ പ്രോജക്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ടാകും. മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ 2.5 വർഷം കൊണ്ട് ഡിഗ്രി നേടാനുള്ള ഏൺ 1 സെമസ്റ്റർ സംവിധാനവും ഉറപ്പുവരുത്തുകയാണ്. ആവശ്യമെങ്കിൽ പഠനത്തിനിടയ്ക്ക് ഇടവേളയെടുക്കാനും കോളേജോ സർവകലാശാലയോ മാറാനും ഉള്ള സ്വാതന്ത്ര്യവുമുണ്ടാവും. ഇതെല്ലാം സമഗ്രമായി നടപ്പാക്കാൻ സഹായകമാകുന്ന കെയർ-റീപ്പ്, കേരള റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിംഗ് എന്ന സംവിധാനം ഒരുക്കുകയാണ്. പ്രവേശനം മുതൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കൽ വരെയുള്ള വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളെയും ഭരണപരമായ സാങ്കേതിക കുരുക്കുകളിൽ നിന്ന് മോചിപ്പിച്ച് വിദ്യാഭ്യാസ ഇടപെടൽ ആയാസരഹിതമാക്കാൻ സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തുകയാണ് കെയർ-റീപ്പിലൂടെ ചെയ്യുക.
വിമർശനാത്മക ചിന്ത ഉണർത്തും വിധം സജ്ജമാക്കുന്ന സമഗ്രമായ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉൾപ്പെടെ ഉൾച്ചേർത്ത് സജ്ജമാക്കുന്ന കെയർറീപ്പ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, വെർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്നിവയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി സമകാലികമാക്കും. അതത് ഘട്ടങ്ങളിൽ സംഭവിക്കുന്ന സാങ്കേതിക വിദ്യാ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് കാലികമാക്കുന്നതിനുള്ള ഇടപെടലുമുണ്ടാകും. കെയർറീപ്പ് യാഥാർത്ഥ്യമാകുന്നതോടെ വിദ്യാർത്ഥികൾക്കും അക്കാദമിക് സമൂഹത്തിനും വളരെ വേഗത്തിലും ലളിതമായും സർവകലാശാല സേവനങ്ങൾ ഉറപ്പുവരുത്താനാകും. വിവിധ ആവശ്യങ്ങൾക്കായി സർവകലാശാല ഓഫീസുകൾ കയറിയിറങ്ങേണ്ട സാഹചര്യം ഇതോടെ പൂർണ്ണമായും ഇല്ലാതാവും. ഇതിനെല്ലാം ആവശ്യമായ രീതിയിൽ നിയമങ്ങളും ചട്ടങ്ങളും ഉടൻ തന്നെ പരിഷ്കരിക്കും. ശാസ്ത്ര സാങ്കേതിക പഠനത്തിലെന്ന പോലെ തന്നെ സാമൂഹ്യ ശാസ്ത്ര മാനവിക വിഷയങ്ങളുടെ പഠനത്തിലും ഭാഷാ പഠനത്തിലും എല്ലാം മാറ്റങ്ങളുണ്ടാവും. ഇൻ്റർ ഡിസിപ്ലിനറി, ട്രാൻസ്ഡിസിപ്ലിനറി തലങ്ങളിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും കൂടുതൽ പ്രോത്സാഹിപ്പിക്കും. കേരളത്തിലും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സ്ഥാപിക്കും. ഏത് വിഷയത്തെക്കുറിച്ചും സ്വതന്ത്രവും ക്രിയാത്മകവുമായ അന്വേഷണത്തെ പിന്തുണക്കുന്ന കേന്ദ്രമായിരിക്കുമത്. ഈ നിലയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ലോകോത്തരമാക്കാനുള്ള നിരവധി ഇടപെടലുകളാണ് സർക്കാർ നടത്തി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തുറന്ന സംവാദത്തിനുള്ള വേദിയാണിത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഉപഭോക്താക്കളെന്ന നിലയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ പരിഗണനയായിരിക്കും നൽകുക എന്ന് ഉറപ്പ് നൽകട്ടെ. അല്പം ദീർഘമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇനി നിങ്ങളുടെ ഊഴമാണ് വരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന മനസ്സോടെ പ്രകടിപ്പിക്കുക. നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വിവിധ സർവകലാശാലയിലെ അധികൃതരും ഈ വേദിയിലുണ്ട്. ഇനി വിദ്യാർത്ഥികളുടെ അവസരമാണ്. വളരെ സ്വതന്ത്രമായി അവരുടെ ആശയങ്ങൾ ഈ വേദിയിൽ അവതരിപ്പിക്കാൻ അവസരമുണ്ട്. PRDയുടെ ലൈവ് സ്ട്രീമിംഗ് ടീം ഒഴികെയുള്ള മാധ്യമപ്രവർത്തകർ വിദ്യാർത്ഥികൾക്ക് അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കാനുള്ള ആകാശമായി ഈ വേദിയെ വിട്ടുകൊടുക്കണം എന്നപേക്ഷിക്കുന്നു. കോളേജ് ഓഫ് വെറ്ററിനറി സയൻസസ് മണ്ണുത്തിയിലെ വിദ്യാർത്ഥിയായ കാർത്തിക് SRൻ്റേതാണ് ആദ്യത്തെ ഊഴം. എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങളുള്ളവരുടെ അരികിലേക്ക് വോളണ്ടിയർമാരെത്തുകയും അച്ചടക്കത്തോടെ അത് വോളണ്ടിയർമാർക്ക് കൈമാറ്റം ചെയ്താൽ നിങ്ങളുടെ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ വിശദമായ പഠനത്തിന് പിന്നീട് പരിഗണിക്കപ്പെടുകയും ചെയ്യും. ശ്രീ കാർത്തിക് SR, വെറ്ററിനറി കോളേജ് ഓഫ് മണ്ണുത്തി. നമസ്കാരം സർ. എൻ്റെ ചോദ്യം വെറ്റിനറി മേഖലയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം തന്നെയാണ്. അതായത് ഏകാരോഗ്യം അഥവാ വൺ ഹെൽത്ത് എന്നതിന് നാൾക്ക് നാൾ പ്രസക്തിയേറി വരികയാണ്. കോവിഡിന് ശേഷം കേരളവും ഇതിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിലവിൽ ജന്തുജന്യ രോഗങ്ങൾ കൂടി വരികയും മനുഷ്യ മൃഗ സംഘർഷങ്ങൾ കൂടി വരികയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഏകാരോഗ്യ